കുറച്ചു നാളുകളായി കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പറഞ്ഞിരുന്ന കാര്യമാണ് RSS നിരോധനം. അതാണോ ഇപ്പോൾ കർണാടകയിൽ നടപ്പിലാക്കാൻ പോകുന്നത് സിദ്ധരാമയ്യ? പൊതുയിടങ്ങളിൽ RSS ശാഖ പാടില്ല, സർക്കാർ ജീവനക്കാർ RSSുമായി ബന്ധപ്പെടുകയാണെങ്കിൽ കർശനമായ നടപടി. എന്താണ് ഇതിലൂടെ നൽകുന്ന സന്ദേശം? സന്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ. അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ച് സിദ്ധരാമയ്യയ്ക്ക് കൂടെ നിർത്തുക, ഒപ്പം കുറേ ഹിന്ദു വോട്ടുകളും കൂടെ പിടിച്ച് എങ്ങനെയെങ്കിലും ഭരണം ഇനിയും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് അവർ ഉദ്ദേശിക്കുന്ന പോലെ നിൽക്കില്ല എന്നുള്ളതാണ്. RSSനെ ബാൻ ചെയ്യാൻ പോയാൽ അവിടുത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ വലിയ പ്രതിഷേധമുണ്ടാവുകയും സിദ്ധരാമയ്യ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ വിപത്തിലേക്ക് അത് ചെന്ന് ചാടുകയും ചെയ്യും. യാതൊരു സംശയവുമില്ല. ഇത് കർണാടകത്തിൽ മാത്രമല്ല, കേരളത്തിൽ ക്ഷേത്രങ്ങളിൽ RSSനെ നിരോധിച്ച പോലെയാണല്ലോ. ഒരു വാക്കാൽ അല്ലെങ്കിൽ ഒരു ഓർഡർ ഇറക്കിയിട്ടില്ലെന്നേ ഉള്ളൂ. പൂർണ്ണമായ നിരോധനം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പൂർണ്ണമായും RSSനെ നിരോധിച്ചിരിക്കുക തന്നെയാണ്. അത് ഇത്തരത്തിൽ പല സ്ഥലങ്ങളിൽ പല കാലഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട്. RSSനെ നിരോധിച്ചപ്പോഴൊക്കെ RSS അതിനേക്കാൾ ശക്തിയിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സിദ്ധരാമയ്യ ഈ വോട്ട് നേടാൻ വേണ്ടിയാണോ അതോ ശിവകുമാറുമായുള്ള തർക്കം കൊണ്ടാണോ? അതോടൊപ്പം തന്നെ കാരണം നമുക്കറിയാം മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി തർക്കം നിൽക്കുന്നു. അപ്പോൾ ആ വിഷയം ഒന്ന് വഴിതിരിച്ചു വിടാനാണോ? അല്ല, അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആഭ്യന്തര പ്രശ്നങ്ങൾ, കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ. സിദ്ധരാമയ്യക്ക് ഇനി തുടരാൻ കഴിയില്ല എന്നുള്ളൊരു സിറ്റുവേഷനുണ്ട്. കാരണം ശിവകുമാറിൻ്റെ ശക്തി കൊണ്ടാണ് ഈ മന്ത്രിസഭ ഉണ്ടായത്. ശിവകുമാറായിരുന്നു ശരിക്കും മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്നത്. പിന്നെ കേന്ദ്രത്തിലെ ഹൈക്കമാൻഡിൻ്റെ പിടിപാടുകൾ കൊണ്ട് സിദ്ധരാമയ്ക്ക് ഒരു ടൈം കൊടുത്തതാണ്. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ തല്ലിപ്പൊളിച്ചുകൊണ്ട് പോകും, നിങ്ങളൊന്ന് അടങ്ങിയിരിക്കുന്നു പറഞ്ഞ് കൊടുത്തതാണ്. ശരിക്ക് ഒരു 2 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 വർഷം. അല്ല, അതെന്താണ് കോൺഗ്രസിന് അങ്ങനെ ഒരു രീതി? നാം മധ്യപ്രദേശിൽ കണ്ടിട്ടുണ്ട്. പണ്ട് ജ്യോതിരാദിത്യ സിൻഹ ആയിരുന്നു ശിവകുമാറിന് സമാനമായി തന്നെ അവിടെ പണിയെടുത്ത് സർക്കാർ ഉണ്ടാക്കിയത്. പിന്നീട് മുഖ്യമന്ത്രി വന്നത് കമൽനാഥ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഈ സച്ചിൻ പൈലറ്റാണ് രാജസ്ഥാനിൽ പണിയെടുത്ത് സർക്കാർ ഉണ്ടാക്കിയത്. വന്നത് മറ്റൊരാളായിരുന്നു, ഗെലോട്ടായിരുന്നു. അതെന്താണ്, ഈ പണിയെടുക്കുന്നവർക്ക് അവിടെ സ്ഥാനമില്ലേ? പണിയെടുക്കുന്നവർക്ക് സ്ഥാനം കൊടുക്കണമെങ്കിൽ നട്ടലുള്ള ഒരു നേതാവ് വേണം. ഇപ്പോൾ BJPയിൽ ഇതൊക്കെ സാധിക്കുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? നരേന്ദ്രമോദി അമിത്ഷാ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ബീഹാറിൽ ഒരുപാട് തർക്കങ്ങൾ വന്നു. ഇന്ത്യ മുന്നണിയുടെ 100 ഇരട്ടി തക്കം വന്നിട്ടും അതെല്ലാം വരച്ച വരയിൽ നിർത്തി സീറ്റ് വിഭജനം പൂർത്തിയാക്കി ഇലക്ഷനിലേക്ക് അവർ മുന്നോട്ട് പോയി. മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്ന മഹാമുന്നണി മഹാ അടിയിൽ നിൽക്കുകയാണ് അല്ലേ? ഇത് ഓരോ സംസ്ഥാനത്തും ഇങ്ങനെ. കേരളത്തിൽ കണ്ടില്ലേ ജംബോ ലീഡർഷിപ്പ്, നേതാക്കളുടെ ഒരു വലിയ ഒരു പർവ്വതം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അണികളില്ല, പോസ്റ്റർ ഒട്ടിക്കാൻ ആളില്ല. ഇപ്പം എല്ലാവരും പോസ്റ്റർ ഒട്ടിക്കൂ, ജാഥ നടത്തൂ, എങ്കിലും വിളിക്കൂ എന്നൊക്കെ പറയാനേ ഉള്ളൂ. ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥയിലാണ്. പന്തളത്ത് നാം ഇതാണല്ലോ കണ്ടത്. സദസ്സിൽ നേതാക്കൾ, ജംബോ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ മുതൽ ജൂനിയർ ഇങ്ങെത്തിയ സന്ദീപ് വാര്യർ മുതൽ. പക്ഷേ എതിർവശത്ത് അണികളില്ല, കസേരകൾ മാത്രമാകുന്ന ഒരു സാഹചര്യം സ്വാഭാവികമാണല്ലോ. കാരണം ഏതാണ്ട് 200ഓളം നേതാക്കളെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുമ്പം ആ 200ഓളം നേതാക്കൾ ഒരു സ്ഥലത്ത് വരുമ്പം അതിൽ 10 പേരെ സ്റ്റേജിലിരുത്തി ബാക്കിയുള്ളവരെ വേദിയിലിരുത്താൻ പറ്റില്ലല്ലോ. 10 പേരെയും സ്റ്റേജിൽ തന്നെ ഇരുത്തേണ്ടി വരും. അതാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്. ഇങ്ങനെ എത്രയോ സ്ഥലം സ്റ്റേജ് ഒടിഞ്ഞു വീണ കഥകൾ നമുക്കറിയാമല്ലോ. സ്റ്റേജ് ഇടിഞ്ഞു വീണ കഥകൾ ഒത്തിരി അറിയാം. അല്ല, അത് ആ സംഭവം തന്നെ ആയിരിക്കും അല്ലേ കർണാടകയിലും ഉണ്ടാകുന്നത്. അപ്പോൾ വഴി തിരിച്ചു വിടാലോ. കുറച്ച് നാളുകളെ തന്നെ ഇത് മാത്രമല്ല, ഈ ഒരു വിഷയം ക്രൂഷ്യലാണ്. അതിനോടൊപ്പം വേറെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അവിടെ ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഏതാണ്ട് 2 ലക്ഷം കോടിയോളം കടത്തിൽ അവർ വന്നു. സാമ്പത്തികമായി നല്ല സംവിധാനത്തിലിരുന്ന ഒരു കർണാടക സർക്കാരാണ്. കേരളത്തിലെ പോലെ ഒരുപാട് IT മേഖലകൾ, ഫാക്ടറികൾ, പിന്നെ റിസോഴ്സസ്, മൈനിങ് ഫെസിലിറ്റി എല്ലാം ഉള്ള സ്ഥലമാണ് കർണാടക. സർക്കാരിന് ഇഷ്ടം പോലെ പണം കിട്ടുന്ന ഒരു സ്ഥലമാണ് കർണാടക. പക്ഷെ അവിടെ ഏതാണ്ട് 2 ലക്ഷത്തിന് കോടിയോടെ കടം വന്നിരിക്കുകയാണ്. കേരളത്തിൽ കടം വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ വേറെ ഒന്നും കിട്ടാനൊന്നുമില്ല. പിന്നെ ഭരണം കൂടെ മോശമായ അതെല്ലാം കടത്തി കയറും. പക്ഷെ കർണാടക അങ്ങനെയല്ല. ദൂർത്തടിച്ചാലും അവിടെ കടം വരാത്തൊരു സംസ്ഥാനമാണ്. എന്തുകൊണ്ട് കടത്തിലായി? കോൺഗ്രസ് എടുത്ത പോളിസികളാണ്. ഈ ഫ്രീ ബീസുകൾ എല്ലാം ഉൾപ്പെടെ സ്ത്രീകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എന്ന് പറഞ്ഞു. പക്ഷെ അത് കണ്ടെത്തണ്ടേ? അത് കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ അവർക്ക് ഇല്ലാതെ പോയി. ബസ്സിൽ ഫ്രീ ടിക്കറ്റ്, ഇതെല്ലാം സ്ത്രീകൾക്ക്. ഇതെല്ലാം നടത്തണമെങ്കിൽ അതിന് തക്ക രീതിയിൽ റിസോഴ്സുകൾ മൊബിലൈസ് ചെയ്തുകൊണ്ട് വേണ്ട രീതിയിൽ സംവിധാനം സർക്കാരിൽ ഒരുക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ ഭരണതലത്തിൽ പ്രതിസന്ധി, രാഷ്ട്രീയമായി തർക്കങ്ങൾ, ഇതെല്ലാം നിൽക്കുമ്പോൾ
വീണ് കിട്ടിയ ഒരു ആയുധമാണ് ഇത്. മറ്റൊന്നും കൂടെ ഉണ്ട്, അത് കുറച്ച് ന്യൂനപക്ഷ പ്രീണനവുമായിട്ടും കൂടെ നിൽക്കും. ഒരുപക്ഷെ ഇത് ഇവിടെ മാത്രമല്ല, ബീഹാറിലും അവർക്ക് പറയാനും വോട്ട് ചോദിക്കാനും കേരളത്തിൽ വോട്ട് ചോദിക്കാനും ഒക്കെ ഉള്ളൊരു ഘടകം കൂടെ ആവും. RSSനെ ഞങ്ങൾ കണ്ടോ, ഞങ്ങൾക്ക് ഭരണത്തിൽ വന്നാൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് കളയും എന്ന് പറയാം. ബീഹാറിലും പറയാം, കേരളത്തിലും പറയാം. ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ CPM ഇരിക്കുന്ന പോലെ ആയിരിക്കില്ല, RSSനെ വരെ പിന്തുണയോട് കൂടിയാണോ ഇത്തരം സംഭവങ്ങൾ നടപ്പിലാക്കുന്നത്? ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു മുസ്ലിം ലീഗാണെന്ന് നോർത്ത് ഇന്ത്യയിലെ എല്ലാവരും പറയില്ലേ. അതിൻ്റെ ത്രിവർണ്ണ പതാകയിലെ 2 കളറും എടുത്ത് മാറ്റി വെച്ചാൽ മതി എന്നാണ് നോർത്ത് ഇന്ത്യയിൽ മുഴുവനുള്ള സംസാരം. ഒരു ഓൾ ഇന്ത്യ മുസ്ലിം ലീഗാണ് ഈ കോൺഗ്രസ് എന്നും എല്ലാവരും അഭിപ്രായപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർക്ക് അവിടെ സീറ്റും വോട്ടും ഒക്കെ കിട്ടാതെ പോകുന്നത്. ഇപ്പോഴും അവർ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ കർണാടകയും ഒരു ന്യൂനപക്ഷ കേന്ദ്രീകരണമല്ല ഉള്ള ഒരു സ്ഥലമല്ല. അവിടെ ഇപ്പോഴും ഹൈന്ദവരാണ് ഭൂരിപക്ഷമുള്ളത്. അപ്പോൾ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തിരിച്ചടിയായിരിക്കും ഭൂരിപക്ഷം ഉള്ള സ്ഥലങ്ങളിൽ അവർക്ക് കുറേ വോട്ടുകൾ എപ്പോഴും കോൺഗ്രസിന് പിടിച്ചു നിർത്താൻ കഴിയാറുണ്ട് ഹിന്ദുക്കളുടെ. അതിൻ്റെ കൂടെ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണം കൂടെ വരുമ്പോഴാണ് അവർക്ക് വലിയ നേട്ടമുണ്ടാകുന്നത്. ന്യൂനപക്ഷ ഏകീകരണം കൂടെ വരുമ്പോഴാണ് ഈ കേരളത്തിൽ നടക്കുന്ന അതേ പോളിസി തന്നെയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഹിന്ദു ഭൂരിപക്ഷമല്ലേ. കഴിഞ്ഞ സെൻസസിൽ 51% നമുക്ക് പറയുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ സെൻസസ് വന്നാലേ നമുക്ക് അറിയാൻ ഏതാണ്ട് 50 ചിലപ്പോൾ താഴെ പോയിട്ടുണ്ടാവാം. എന്നാലും കേരളം ഏതാണ്ട് ഭൂരിപക്ഷം അല്ലെങ്കിലും ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദുക്കളാണെന്ന് നമുക്ക് പറയാം എണ്ണത്തിൽ. പക്ഷെ അവിടെ പോലും നമുക്ക് കാണാമല്ലോ ഒരു വിഭാഗം. കോൺഗ്രസിന് ആരാണ് ഈ തെറ്റായ ഈ ഉപദേശമല്ല നൽകുന്നത്? ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാതെ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കിയാൽ തങ്ങളെ ജനങ്ങൾ അംഗീകരിക്കുമെന്നൊരു തോന്നലുണ്ടോ? കുറച്ചു നാളായി ഇത്തരം വിവാദങ്ങൾക്ക് പിന്നാലെയാണ് കോൺഗ്രസ് പോകുന്നത്. കോൺഗ്രസിൻ്റെ അജണ്ടകൾ നിശ്ചയിക്കുന്നത് കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, വിദേശത്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ അജണ്ടകൾ പലപ്പോഴും പല രാജ്യങ്ങളിലും വിജയിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിൽ വിജയിച്ചിട്ടുണ്ട്, ശ്രീലങ്കയിൽ വിജയിച്ചിട്ടുണ്ട്, നേപ്പാളിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ വിജയിക്കുന്നില്ല. ഇന്ത്യയിൽ വിജയിക്കാത്തത് ഇന്ത്യയിലെ ഘടന കോൺഗ്രസ്സിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കോൺഗ്രസ്സിന് ഇത്രയും നാൾ ഇവിടെ ഭരിച്ചിട്ടും അവർക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് ഇന്ത്യയുടെ ഒരു ഡെമോഗ്രാഫിക് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത്. നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ പറയുന്നത് കറക്റ്റായിട്ട് ഇവിടെ ഏകത്വമുണ്ട്. ആ ഏകത്വം ഇല്ലാതാക്കാനാണ് കോൺഗ്രസ് പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം കൊണ്ടുവരാനാണെന്ന്. പക്ഷേ നാനാത്വത്തിൽ നാനാത്വം, ബഹുസ്പുരത എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടുവരുന്നത് പലതായി ഇന്ത്യയെ കാണുക. പലതായി ഇന്ത്യയെ കണ്ടാൽ ഇന്ത്യ ഇല്ലാതായി പോകും. ആ നാനാത്വങ്ങളെല്ലാം ഒന്നായി കൊണ്ടുവരാനായിട്ട് BJP ശ്രമിക്കുകയാണ്. അപ്പോഴാണ് കോൺഗ്രസ് അതിനെ പലതായി ഭിന്നിപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിനുള്ളൊരു തന്ത്രമാണ് ഈ RSSനോടുള്ള വിരോധം, മുസ്ലിം സംഘടനകളോടുള്ള ഒരു അമിത പ്രീണനം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഡിവിഷൻ വീണ്ടും നിൽക്കും. ഇത് ബ്രിട്ടീഷുകാരെടുത്ത തന്ത്രം തന്നെയാണ്, ഡിവൈഡ് ആൻഡ് റൂൾ. അപ്പോൾ എപ്പോഴും വിഭജിക്കുമ്പോൾ ഒരു വിഭാഗം നമ്മുടെ കൂടെ നിൽക്കുകയും അവർക്ക് പ്രസക്തി കൂടുകയും ചെയ്യും എന്നുള്ളതാണ് അവരുടെ തെറ്റിദ്ധാരണ. പക്ഷേ അതല്ല, ശരിയായ ധാരണ വരേണ്ടത് എല്ലാവരെയും ഒന്നിച്ചു നിർത്തണമെങ്കിൽ എല്ലാവരോടും മമത കാണിക്കുന്ന ഒരു ശൈലി ഉണ്ടാക്കണം എന്നുള്ളതല്ലേ. അതവർക്ക് കഴിയുന്നില്ല. അവർ ഭയക്കുന്നതാണ്. എല്ലാവർക്കും മമത കാണിക്കുന്ന ശൈലി കാണിച്ചാൽ ഉള്ളവരും കൂടെ പോകും എന്നുള്ളതാണ് അവരുടെ പേടി. അത് ശരിയല്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ അവർക്ക് പലപ്പോഴും കൊടുത്തിട്ടുള്ള ഉപദേശം. പക്ഷേ അവരത് കേൾക്കാൻ തയ്യാറായിട്ടില്ല. അവരിപ്പോഴും ഒരു ന്യൂനപക്ഷ പ്രീണനം, അതിന് അവർ ഭരണഘടനയെ എടുത്ത് പൊക്കി കാണിക്കുന്നു. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 എടുത്ത് കാണിക്കുന്നു. ആർട്ടിക്കിൾ 25 വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് റീസണബിൾ റെസ്ട്രിക്ഷൻ എല്ലായിടത്തും ഉണ്ട്. ഹിജാബിൻ്റെ വിഷയം വന്നാലും, അല്ലെങ്കിൽ നമ്മൾ ഭൂമി കയ്യേറ്റങ്ങൾ പറഞ്ഞാലും, ഏത് കാര്യത്തിലായി മുനമ്പം പ്രശ്നം വന്നാലും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചില നിഷ്കർഷകളും ഇതിനകത്ത് പാലിച്ചിട്ടുണ്ട്. എല്ലായിടത്തും നമുക്ക് മതവിശ്വാസവും മത ആചാരവും മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ചില സ്ഥലങ്ങളിൽ, ചില അവസരങ്ങളിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ യൂണിഫോമിലൊക്കെ അതുപോലെ ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ കേരളത്തിലായാലും കർണാടകത്തിലായാലും ബീഹാറിലായാലും അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ആ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാതെ തെറ്റായ നയങ്ങളെ കൊണ്ടുവന്ന് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഭരണഘടനയും തകർക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വോട്ട് ചോരി പറഞ്ഞപ്പോൾ 65 ലക്ഷം വോട്ടുകൾ വെട്ടി മാറ്റിയിരിക്കുന്നു. അതിനൊരു കണക്കും കർണാടകത്തിലെ മഹാദേവപുരം മണ്ഡലത്തിൽ നിന്ന് കൊണ്ടുവന്നു.
നമ്മൾ ആദ്യം വിചാരിച്ചത് ചിലപ്പോൾ ശരിയായിരിക്കും, എന്തോ ഭയങ്കര 65 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുഴപ്പമല്ലേ, എന്തായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ സുപ്രീം കോടതി ഇടപെട്ട് 3-4 പ്രാവശ്യം സ്ക്രീനിങ് നടത്തിയിട്ട് ഒരു മാറ്റവും. പിന്നെ രണ്ടാമത് ഇന്ത്യ മുന്നണിക്കാർ ആവശ്യപ്പെട്ടത് ഈ കൊടുത്ത ആധാർക്കാർക്കെങ്കിലും, ആ ആധാർ കാർഡ് വ്യാജമാണെന്ന് അറിയാം, സുപ്രീം കോടതിക്ക് അറിയാം, പക്ഷേ ഇത്തവണയെങ്കിലും നിങ്ങളത് പാലിക്കുമ്പോഴും ഈ 20 ലക്ഷമേ മാറിയുള്ളൂ. പിന്നെ 45 ലക്ഷം കിടക്കുക. 45 ലക്ഷം എന്നിട്ടും വിദേശ പൗരന്മാർ അവിടെ കിടക്കുകയാണ്, ബംഗ്ലാദേശിൽ നിന്ന് വന്നവർ. അപ്പോഴാണ് വീണ്ടും പരാതിയും കൊണ്ട് നിന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയുന്ന പോലെ ഇലക്ഷൻ കമ്മീഷൻ അത്ര വലിയ കുഴപ്പക്കാരൊന്നുമല്ല, അവർ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇപ്പം പിന്നെ കൊടുത്തിരിക്കുന്ന ആധാറുകളിൽ പലതും കറക്റ്റ് അല്ല എന്നും വ്യാജമാണെന്നും അറിയാം, പക്ഷേ എന്നിട്ട് പോലും സമ്മതിച്ചു കൊടുത്തു. കാരണം ഇലക്ഷൻ നടക്കണ്ടേ, ഇലക്ഷൻ നടക്കണം. പിന്നെ ഇത്രയും നാളും വോട്ട് ചെയ്തിരുന്നവരെ പെട്ടെന്ന് അങ്ങനെ മാറ്റാൻ ഒക്കില്ല. അത് നിങ്ങൾ ഘട്ടം ഘട്ടമായി പരീക്ഷിച്ച് പരിശോധിച്ച് മാറ്റാനാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ആധാർ എന്ന് പറയുന്നത് ഒരു പൗരത്വ രേഖയും അല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ നിങ്ങൾ ഇടുകൊടുക്കുക ചോറും കടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ 65 ലക്ഷം ഒന്നും വെട്ടി മാറ്റാൻ പാടില്ല. അതുകൊണ്ട് കഴിഞ്ഞ തവണയും അതിൻ്റെ മുമ്പത്തെ തവണയൊക്കെ വോട്ട് ചെയ്ത കുറേ പേർക്ക് ആധാറൊക്കെ വെച്ച് വോട്ട് കൊടുക്കാൻ പറഞ്ഞാണ് ഇപ്പം ആധാറുള്ളവർക്ക് വോട്ട് കൊടുക്കാൻ സമ്മതിച്ചത്. ഇതിൻ്റെ എല്ലാം അന്തിമം എന്താ വരുന്നത്? ഇപ്പോൾ വോട്ട് ചോരി പറയാൻ ബീഹാറിൽ നിവർത്തിയില്ല. പറഞ്ഞാൽ അവിടെ രാഹുൽ ഗാന്ധിക്ക് അടി കിട്ടും. അടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ അധ്യക്ഷൻ, കോൺഗ്രസിൻ്റെ അവിടുത്തെ അധ്യക്ഷൻ രാജേഷ് രാഹുൽ അടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിൽ വന്നിറങ്ങിയ ഉടനെ അടിയാണ്. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് കർണാടകത്തിലായാലും കേരളത്തിലായാലും ഈ വിഭാഗീയത നിലനിർത്താനായിട്ട് ചെയ്യുന്ന കളികൾ കോൺഗ്രസിന് ഒരിക്കലും ഗുണം ചെയ്യില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.